ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ മഞ്ഞൾ നടാൻ പോവാണ്. ഒരിടമഴയൊക്കെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് നട്ട് കൊടുക്കാം. ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പേ തടവെല്ലാം വെട്ടി വാരം കോരിയിട്ട് ഞാൻ അതിനകത്ത് പിന്നെ ചാരവും പിന്നെ കുമ്മായവും കോഴിക്കാഷ്ടവും കൂടി ഇട്ട്, നമുക്ക് ചാണാനില്ല, അതുകൊണ്ട് ഞാൻ കോഴിക്കാഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത്. കോഴിക്കാഷ്ടവും കൂടി ഇട്ട് പുരട്ടിയിട്ടിരുന്നതാണ്. ഇപ്പം നമുക്ക് 10ാമതായപ്പോൾ ഞാൻ മഞ്ഞൾ നടാനായിട്ടുണ്ട്. അപ്പോൾ മഞ്ഞളെല്ലാം നട്ടതിന് ശേഷം അതിലേക്ക് പച്ചില വളം ഇട്ട് കൊടുക്കുക. ഞാൻ കൊന്നയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. കൊന്നയുടെ ഇല നല്ലൊരു വളമാണ്. എല്ലാവരും കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ചെടികൾക്ക് ഇതുപോലുള്ള ഇതിനൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പോരാത്ത ഞാൻ കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് മണ്ണ് കോരി അതിൻ്റെ പുറത്തിട്ട് കൊടുത്ത് അവിടെ അങ്ങ് ഇട്ടിരുന്നാൽ മതി. അത് നല്ല വൃത്തിയായിട്ട് ആർത്തി കിളിച്ച് കയറി വരും. നല്ല വൃത്തിയായിട്ട് നല്ല പിഴുമ്പം നിങ്ങളെ കാണിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് മഞ്ഞൾ കിളിച്ച് കയറി വരും. എന്നിട്ട് 2-3 മൂട് ഇഞ്ചി നടാമെന്ന് വിചാരിച്ച്. ഇഞ്ചി കിടപ്പുണ്ട്, ഇനി പിന്നെ നടുന്നുള്ളൂ. ഒരു 3-4 മൂട് നട്ട് കൊടുക്കുക. 10ാമതേ അല്ലേ, അപ്പം 3-4 മൂട് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെയൊക്കെ എന്നിട്ട് അതിനും നമ്മൾ കരിയില വെച്ചാണ്, വളമൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്, കരിയില വെച്ചാണ് അതിനും മണ്ണും കോരിയിടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മഞ്ഞളും ഇഞ്ചിയൊക്കെ നടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മഞ്ഞൾ ഇഞ്ചി നമ്മൾ ചേമ്പ് കാച്ചിൽ ഇങ്ങനെയൊക്കെ നടുവാണെങ്കിൽ ആ കരിയിലയായാലും പച്ചിലയായാലും കടന്ന് പൊടിഞ്ഞിട്ട് ഇതിന് നല്ലൊരു വളമായിട്ട് തീരും. എല്ലാവരും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ഒരു വളമാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.